ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സാഹിതി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ. ഈ മണ്ണിൻ്റെ മണമുള്ള, ഈ കാർഷിക വൃത്തിയെ ജീവന് തുല്യം പ്രാണന് തുല്യം സ്നേഹിച്ചൊരു എഴുത്തുകാരൻ. തൻ്റെ കൃതികളിൽ എപ്പോഴും കാർഷിക വൃത്തിയും കുട്ടനാടും കൊണ്ടുവരുന്ന ഒരു എഴുത്തുകാരൻ. ഏറ്റവും പുതിയ നോവലായ, നിരവധി പുരസ്കാരങ്ങൾ നേടിയ നോവലായ കൃഷ്ണ എന്ന നോവൽ എഴുതിയപ്പോഴും അതിൻ്റെ ആരംഭഘട്ടം, കൃതിയിലെ പകുതിയിലേറെ കുട്ടനാടിനെ പറ്റി എഴുതിയെന്ന് വിശദമായി പറയേണ്ടി വരും. കാരണം കുട്ടനാടിലെ കാർഷിക വൃത്തി, ആ കൃഷിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, കൃഷിയുടെ രീതി, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കൃഷിയെ മാറ്റപ്പെട്ട രീതി, ഇതൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃഷ്ണ എന്ന നോവൽ എഴുതിയത്. നിരവധി പുരസ്കാരങ്ങൾ നേടി. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് നടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സങ്കീർണകരമായിരുന്നു. ഒരു കൃതിയിലെ നായക കഥാപാത്രത്തിന് പേരിടാതെ ആ കൃതി പൂർണ്ണമാക്കി തീർത്തു എന്ന കാരണത്താൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ പുരസ്കാരം നേടിയ ഒരെഴുത്തുകാരൻ. തൻ്റെ തുലാവർഷം പെയ്തൊഴിഞ്ഞപ്പോൾ എന്ന നോവലിലൂടെയാണ് അദ്ദേഹം പുരസ്കാരം നേടിയത്. കൂടാതെ മറ്റ് അനവധി പുരസ്കാരങ്ങൾ, 20ഓളം കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്ത ആ വലിയ എഴുത്തുകാരൻ. ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആദരവുകളോടെ പറയേണ്ട ഒരു പേര് ശ്രീ കാവാലം മാധവൻകുട്ടി. മാധവൻകുട്ടി സാറിൻ്റെ മണ്ണിലാണ് ഇന്ന് സാഹിതി. കുട്ടനാട്ടിൽ കൃഷിയുടെ രീതികൾ അറിയാൻ ഡൽഹിയിൽ ജീവിക്കുമ്പോഴും വർഷത്തിൽ ഒരു മാസമെങ്കിലും ലീവ് എടുത്ത് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നൊക്കെ വിട്ടുമാറി കൃഷിയിലേക്ക് വരുന്ന ആ വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സാഹിതി ചോദിച്ചറിയുന്നത്. നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ കൊച്ചു വിശേഷങ്ങൾ, ഒപ്പം കൃഷിയുടെയും അദ്ദേഹത്തിൻ്റെ രചനയുടെയും ഒക്കെ വിശേഷങ്ങൾ. നമസ്കാരം, ഞാൻ കാവാല മാധവൻകുട്ടി. എഴുത്ത് വഴികളിലൂടെ എന്നാണ് അനിൽ എന്നോട് ചോദിച്ചത്. അങ്ങനെ പ്രത്യേകിച്ചൊരു എഴുത്ത് വഴികളിലൂടെ ഒന്നും സഞ്ചരിച്ചതായിട്ട് എനിക്ക് ഓർമ്മകളില്ല. എനിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഞാനത് എൻ്റേതായ രീതിയിൽ പേപ്പറിലോട്ട് എഴുതി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടേ ഉള്ളൂ. കുട്ടനാട്ടുകാരനാണ്, അതുകൊണ്ട് ആ ഭാഷയും കുട്ടനാടൻ ഭാഷയായിരിക്കും എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സംസാരത്തിലും അത് വന്നാൽ ബുദ്ധിമുട്ടായിട്ട് മാറുമെന്നൊരു സംശയമുണ്ട്. എങ്കിൽ തന്നെ ആണെങ്കിലും ഞാൻ ആ രീതിക്ക് എനിക്കൊരു പ്രത്യേക ഭാഷ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആ സാധാരണ ഭാഷയിലൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എൻ്റെ ജീവിതം തുടങ്ങുന്നത് കുട്ടനാട്ടിൽ വെച്ചിട്ടാണ്. കുട്ടനാട്ടിൽ നിന്ന് പുന്നപ്ര എന്ന് പറയുന്ന ഗ്രാമത്തിലിട്ട് പറിച്ചു നടപ്പെട്ടതാണ്. അച്ഛൻ അധ്യാപകനായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് താമസം മാറ്റി. അപ്പം ഞാൻ എൻ്റെ ബാല്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളിലൂടെ ഉണ്ടായ ഒരു പ്രത്യേകതയാണ് അത്. തന്നെയല്ല, സാഹിത്യ സപര്യ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേക ഗുണഗണങ്ങളുള്ള ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പം ബാല്യം മുതലുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഏതാണ്ട് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കാലത്ത് മലയാള മനോരമയിൽ, അന്ന് സാധാരണക്കാരൻ്റെ വീട്ടിലുണ്ടാകുന്ന ഒരു മാസികയാണ്, ആഴ്ചപ്പതിപ്പാണ് മലയാള മനോരമ, മംഗളം, ഇങ്ങനെയൊക്കെ ഉള്ളത്. അതിൽ മനോരമയിൽ മോതിരം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറുകഥ വന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു എൻ്റെ പ്രായത്തിൽ, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്തെ പ്രായത്തിൽ എൻ്റെ മനസ്സിനകത്തൊരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടായി, ഒരു വിഷമം ഉണ്ടായി. അത് ഒരു കാമുകയ്ക്ക് വേണ്ടിയിട്ട് മോതിരം കൊണ്ട് വരുമ്പോഴത്തേക്ക് അവർ നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ ഈ ശവകുടീരത്തിൽ കൊണ്ട് ആ മോതിരം വെക്കുന്നതാണ് ചെറുകഥയുള്ളത്. അത് ഞാനൊരു ലഘുനാടകമായിട്ട് എഴുതി. ആ ലഘുനാടകമായിട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലപ്പുഴ വിദ്യാഭ്യാസ സബ് ജില്ലയിൽ അതിൻ്റെ
യുവജനോത്സവത്തിൽ ആ നാടകം കാവാലത്തെ ഒരു സ്കൂൾ NSS ഹൈസ്കൂളുകാർ അവതരിപ്പിച്ചു. ആ നാടകത്തിന് രചനയ്ക്കുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടി. കഷ്ടകാലത്തിന് ഞാൻ ആ സ്കൂളിലല്ല പഠിച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് അവാർഡ് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടുത്തെ ആ ടീച്ചറിന്റെ പേരിൽ ആ അവാർഡ് മേടിച്ചതാണ് എൻ്റെ സാഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ കാൽവയ്പ്. അത് മുതൽ എനിക്കൊരു തോന്നലുണ്ടായി, എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധിക്കാം എന്നുള്ള നിലയിലുണ്ടായി, മറ്റുള്ളവർക്ക് സന്തോഷകരമായി വരും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിൻ്റെ ആദ്യം കാണുന്നത് എൻ്റെ അച്ഛനായിരുന്നു. ആ അച്ഛൻ ഒരു ദിവസം വിളിച്ചിട്ട്, ഞാൻ സ്കൂളിലോട്ട് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് പറഞ്ഞു, മോനെ ഇങ്ങോട്ടൊന്ന് വന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഭൂമി ഇരുണ്ടു വെളുക്കും, സൂര്യൻ കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നീ എഴുതിയാലും കൊള്ളാം, എഴുതിയില്ലേലും കൊള്ളാം, ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. അപ്പം നീ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ വായിക്കുന്ന ആളിന് അതിനകത്ത് ഒരു വാചകമെങ്കിലും അയാളുടെ മനസ്സിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ അയാൾ സന്തോഷം ജനിപ്പിക്കുന്നതോ ആയതുണ്ടെങ്കിൽ അതിനകത്തൊരു ഗുണമുണ്ട്. അങ്ങനെ എഴുതാമെങ്കിൽ മാത്രം നീ എഴുതിയേച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ ലോകത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു ഉപദേശമാണ് ഇന്നും പേന എടുക്കുമ്പം എനിക്കുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഒരു സാറും ഉണ്ടായിരുന്നു. എന്നെ സെൻറ് ജോസഫ് ഹൈസ്കൂളിലാണ് ഞാനിവിടെ പഠിച്ചപ്പോഴത്തെ മലയാളം അധ്യാപകൻ, അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ബേസിക് ജീവിതം എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് ആണ്, അത് മുഴുവൻ കണക്കാണ്. പക്ഷെ ആൾജിബ്ര എനിക്ക് അന്നും എന്നും പിടികിട്ടാത്തൊരു പുള്ളിയാണ്. ഞാൻ അതിൻ്റെ പുറകെ ഓടി നടന്നാൽ ഒരു രക്ഷയില്ല. പുഷ്പ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ആൾജിബ്ര പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ വളരെ സരളമായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തലയിലോട്ട് കയറുന്നില്ല. ഞാനൊരു പുസ്തകം എടുത്തിട്ട് അതിൻ്റെ പുറകുവശത്ത് 3-4 വരികൾ എഴുതി വെച്ചു. ആ വരികൾ എഴുതി കഴിഞ്ഞാൽ ആ പീരീഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് മലയാള രചനാ പുസ്തകം, പണ്ടൊക്കെ രചന എഴുതിക്കുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇത് ഒരു സിലബസിനകത്തുണ്ടായിരുന്നു, മലയാളത്തിനകത്ത് ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു. ആ രചനാ പുസ്തകം ബുക്ക് റീറൈറ്റ് ചെയ്യാനായിട്ട് മലയാള അധ്യാപകൻ മോണിറ്ററെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് പോയി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉച്ച സമയത്ത് എന്നെ വിളിപ്പിച്ചു. മലയാളത്തിനോട് പ്രതിപത്തി ഉള്ളത് കാരണം അദ്ദേഹം വിളിപ്പിച്ചപ്പോൾ എൻ്റെ ധാരണ മുഴുവൻ ഞാൻ എന്തോ തെറ്റെഴുതി വെച്ചിട്ടുണ്ട്, അതിനെന്നെ ശിക്ഷിക്കാനാണ് വിളിക്കുന്നതെന്ന്. കാര്യം എന്നോടുള്ള താല്പര്യത്തിന് പുറത്ത് അദ്ദേഹം വിളിപ്പിച്ചായിരിക്കും. പേടിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ബുക്ക് എടുത്ത് നിവർത്തി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ പഠിക്കാനാണോ വരുന്നത്, എന്തിനാ വരുന്നത് ചോദിച്ചു. അപ്പം ഒരു ചെറിയ ആശ്വാസം തോന്നി, അടി കിട്ടത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞ് പഠിക്കാനാണ് വരുന്നത്. പിന്നെ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ആ രചനാ പുസ്തകത്തിന്റെ ബാക്ക് പേജിൽ ഞാൻ എഴുതിയിരുന്ന 8 വരികളിൽ അക്ഷരത്തെറ്റുകളും തെറ്റുകളും ഒക്കെ തിരുതി 4 വരി കൂടെ ആഡ് ചെയ്തിട്ട് അദ്ദേഹം വെച്ചിരിക്കുകയാണ്. ചുമന്ന മഷിയോടെ എഴുതിയിരിക്കുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ആശ്വാസമായി. തല്ല് കിട്ടുകയല്ല, പ്രോത്സാഹനമാണ്. എന്ന് പറഞ്ഞ് ഇതൊരു വലിയ പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതി ഹെഡ് മാസ്റ്റർ അച്ഛനെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് എനിക്ക് കൊണ്ട് തരാൻ പറഞ്ഞു. അത് ഞാൻ കൊണ്ട് കൊടുത്തു. അദ്ദേഹം തന്നെ കവറിലിട്ട് അയച്ച്. ആ കാലഘട്ടത്തിൽ 68-ലാണെന്ന് തോന്നുന്നു, 68-ല് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അത് മാതൃഭൂമിയുടെ ബാലവന്തിയിൽ അടിച്ചു വന്നു, തോണിക്കാരൻ എന്നുള്ള പേരിൽ. അതാണ് എൻ്റെ ഈ അച്ചടി മഷി വരുന്ന ആദ്യത്തെ സാഹിത്യ സൃഷ്ടി. അപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും എഴുതാൻ സാധിക്കും. അദ്ദേഹത്തിനെയും പേന എടുക്കുമ്പോൾ ഓർമ്മിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഇതുള്ളത്. അവരെ കൈപിടുത്തമാണ് എന്നെ മുന്നോട്ടേക്കുള്ള ഈ ഗമനത്തിനൊക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ പറഞ്ഞു വന്നത് കാവാലത്തെ കാര്യമാണ്. കാവാലം എന്ന് പറയുന്നതാണ് അവിടെ കിളുത്ത് വളർന്ന് ചെളിയിലും ചേറിലും ഒക്കെ വളർന്നു വന്ന ഒരു ആമ്പലെന്നോ നെയ്യാമ്പലെന്നോ ഒക്കെ പറയാം. താമരയായിട്ടില്ല, താമര ആകരുതെന്നാണ് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ. താമര ആകാതിരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെയ്യാമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സൗന്ദര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ആ കാവാലത്തെ ചേറും ചെളിയുടെ മണമാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയതെന്ന് പറയാം. എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും അനുഭവങ്ങളും കൂടിയാണ്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും 1-2 സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇത്രയും വർഷത്തിനിടയ്ക്ക് സഞ്ചരിക്കാനും അവിടുത്തെ ആളുകളോട് ഇടപഴകാനും അവിടുത്തെ പ്രകൃതി അനുഭവിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കണം എന്നിലെ ഇങ്ങനെയുള്ള ഈ വാസനയെ വളർത്തിയെടുത്തിട്ട് പുസ്തക രൂപത്തിലായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടിയിട്ടോ അല്ലെന്നൊരിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഞാനും കൂടി ഉൾപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എഴുതണമെന്നുള്ള ആഗ്രഹം എന്നിൽ. അങ്ങനെ എഴുതിയതാണ് ഒരു നാടകം ഞാൻ എഴുതി. അത് എഴുതാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഗുരുതുല്യനായിട്ട് ആരാധിക്കുന്ന ഒരു ചേട്ടച്ചാരുണ്ട്, കാവാലം ബാലചന്ദ്രൻ എന്ന് പറയും, കവിയാണ് അദ്ദേഹം. ഒരു വർഷത്തിന് മുമ്പ് ഈ ചെറിയ നാടകം എഴുതിയതിൻ്റെ പിറ്റേ വർഷം, അങ്ങനെ ഞാൻ നാടകം എഴുതുമെന്ന് പുള്ളി അറിഞ്ഞതുകൊണ്ട് പിറ്റേ പ്രാവശ്യം എൻ്റെ പറഞ്ഞു, എടാ നീ ഒരു നാടകം എഴുതണം, കഴിഞ്ഞ വർഷം ഞാൻ നാടകം എഴുതിയായിരുന്നു, എല്ലാ വർഷവും ഞാൻ തന്നെ എഴുതി വെച്ചാൽ നീ നാടകം എഴുതണം.
അപ്പം എഴുതാം എന്നുള്ള ധാരണയിൽ ഞാൻ ആ നാടകം എഴുതി. അപ്പം നാടകം എന്താണെന്നോ ഏതാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ആ ചെറുകഥയിൽ അതിൻ്റെ ഈ മാറ്റി ആളിൻ്റെ പേരുമൊക്കെ എഴുതി നാടകം എന്നല്ലാതെ നാടകത്തിൻ്റെ ഈ ചട്ടക്കൂട് എന്താണെന്നോ അതിൻ്റെ ബേസിക് എന്തൊക്കെയാണെന്നോ നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ എഴുതി. സേതുബന്ധനം എന്നായിരുന്നു അത്. അവിടെ ഈ മണ്ഡലകാലത്തിൽ അവിടെ ഞങ്ങളുടെ ഒരു അർബല ക്ഷേത്രമുണ്ട്, അവിടെ അവതരിപ്പിക്കാറുണ്ട്. അവിടെ അവതരിപ്പിച്ചു. അത് അവതരണമൊക്കെ ഒരു വലിയ തരത്തിലാണ്, അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട. അപ്പം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ചേട്ടാ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അവർക്ക് സമപ്രായക്കാരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെയാണ്. അപ്പം പുള്ളിയെ CS ചിറക്കൽ എന്നാണ് പറയുന്നത്, ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് പ്രസിഡന്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഹരികഥയിൽ സാഹിത്യകാരനാണ്, ഭയങ്കര സാഹിത്യകാരനാണ്, ബ്ലോക്ക് ഓഫീസറായിരുന്നു. എന്നോട് എന്താ പറഞ്ഞ അച്ഛനെ കൊണ്ട് നമുക്ക് നാടകം ഉദ്ഘാടനം ചെയ്യിക്കാന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോയി. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഇത്തിരി മരുനീരൊക്കെ മോന്തിയിരിക്കുന്ന സമയമാണ്. എന്നോട് എടുത്ത് വായിച്ച് ചോദിച്ചു, എടാ നിന്റെ നാടകത്തിന്റെ തീം എന്തുവാണെന്ന് ചോദിച്ചു. എൻ്റെ നിത്യം ഞാൻ അസ്തമിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. തീം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുവാണ് ഈ പ്രായത്തിനോടേക്ക് തീം എന്തുവാണ്. നാടകം എഴുതിയെന്നുള്ള അല്ലാതെ തീമാണോ ഇതൊക്കെ. അന്നേരം പുള്ളി ബാലൻ ചേട്ടൻ പുറകിൽ ചെന്നിട്ട് ആംഗ്യം കാണിച്ചിട്ട് നാടകത്തിന്റെ രത്നച്ചുരുക്കമാണ് ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, സ്നേഹമാണ് അഖിലസാരം എന്നുള്ളതിന് ബേസിലാണ് എഴുതി. അത് വളരെ നല്ല നാടകമാണ്. അങ്ങനെ പുള്ളി വന്ന് നാടകം ഉദ്ഘാടനം ചെയ്തു. അന്നേരം പുള്ളി ഒരു പറച്ചിൽ പറഞ്ഞു, എടാ ഇവിടെ നിന്റെ അപ്പൂപ്പൻ, നിന്റെ അച്ഛൻ, ഇപ്പം നിങ്ങൾ 3 പേരും ഒരേ സ്ഥലത്ത് ഒരേ സ്റ്റേജിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് പാരമ്പര്യം, അതാണ് ഗുണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു പറഞ്ഞു. അപ്പം അത് മുതൽ നമ്മൾ കുറേ എഴുത്തം കൊണ്ട് പിന്നെ പിന്നത്തെ നാടകത്തിന്റെ പേരാണ് ഇത് ബലിക്കാക്കകൾ എന്ന് പറഞ്ഞിട്ട്. അതിവിടെ പുന്നപ്പുറ UP സ്കൂളിൽ വെച്ചിട്ട് അവതരിപ്പിച്ചു. അതിൽ എൻ്റെ പൂർവ്വകാല സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നാടകത്തിലോട്ട് എഴുതി. 10 നാടകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്. അത് 10ഉം സ്റ്റേജ് ചെയ്തിട്ടുമുണ്ട്, പ്രിൻ്റായിട്ടുമുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കാണ് കവിതകളെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ കവിത എഴുതാണ്ടിരിക്കാൻ കവിത വരത്തില്ല. ഞാൻ ഒരു വരി എഴുതണമെന്നിൽ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ആലോചിച്ച ശേഷം ഒരു കവിത എഴുതാൻ പറ്റത്തില്ല. അപ്പം ഇതെൻ്റെ തട്ടകമല്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ച്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കവിതകളും ലളിതഗാനങ്ങളും ഒക്കെ എഴുതാറുമുണ്ട്. പിന്നെ കൃഷിയാണ് എനിക്ക് ഏറ്റവും, എൻ്റെ മനസ്സിപ്പോഴും കൃഷിയിൽ ഉടക്കി കിടക്കുകയാണ്. കാർഷിക വൃത്തിയോടെ പിന്നെ ഇടയ്ക്ക് ഞാൻ പറയുവാണ്, കാർഷിക വൃത്തി എന്ന് നമ്മൾ മറന്നോ അന്ന് നമ്മൾ ദരിദ്രരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കർഷക സ്വന്തമായ കാര്യങ്ങളിൽ മണ്ണിനോട് സ്നേഹിച്ച് മണ്ണിനോട് ഇണങ്ങിപ്പോകാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാമെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി മുന്നോട്ട് പോയ അങ്ങനെയാണ്. എൻ്റെ നോവലുകളിലൊക്കെ കാർഷിക വൃത്തിയെ പ്രതിദാനം ചെയ്ത് എഴുതാറുണ്ട്. എഴുതിക്കഴിഞ്ഞാൽ ഒരു നോവല്, നാടകം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ നമ്മൾ എഴുതിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആണെങ്കിലും സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമായ രീതിയിൽ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തക്ക രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ എന്തെങ്കിലും എഴുതണമെന്നുള്ള ധാരണപ്പുറത്തൊക്കെ ഒരുപാട് എഴുതിയ കൂട്ടത്തിലാണ് 2 ഗുരുക്കളെ കുറിച്ച് എഴുതണമെന്നുള്ള ആഗ്രഹം വന്നത്. ആദ്യം ചട്ടമ്പി സ്വാമികളെയാണ് എഴുതേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ എഴുതിയത് ശ്രീനാരായണ ഗുരുവിനെയാണ്. ശ്രീനാരായണ ഗുരുവിനെ എഴുതാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ചതയത്തിനെ കണ്ടുവരുന്ന ഒരു സംഭവമുണ്ട് കുട്ടനാട്ടിൽ. ഈ അന്ന് ആഘോഷമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ ഞാനത് എഴുതിയാലോ എന്നുള്ള ധാരണയ്ക്ക് അതിനെക്കുറിച്ച് പഠിച്ചു. 3 വർഷം ഞാൻ ശരിക്കും ഗുരുസ്വാമി എവിടെല്ലാം പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുകയും ഗുരുസ്വാമിയെക്കുറിച്ച് വളരെയേറെ 65ഓളം പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയും, ഒരുപാട് പുസ്തകമുണ്ട് അദ്ദേഹത്തിന്, അതിലും കൂടുതൽ പുസ്തകങ്ങളുണ്ട്. പക്ഷേ 65ഓളം പുസ്തകങ്ങൾ വായിക്കുകയും ആധികാരികമായിട്ട് പലരോട് സംസാരിക്കുകയും ചെയ്തിട്ട് ഈ കാലത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതി. അതിൽ ശ്രീനാരായണ ഗുരു എന്താണെന്നും ഗുരുവിൻ്റെ ആദർശങ്ങൾ എന്താണെന്നും ഗുരുദർശനങ്ങൾ എന്താണെന്നും ഒക്കെ ഉള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ്. അത് സ്കൂൾ ലൈബ്രറിയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു 2014. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയപ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിന് എഴുതുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുസമാനീയനായ സമകാലീനനും ഗുരുസമാനീയനുമായ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിനെ കൂടെ എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നുള്ള ധാരണ വന്നിട്ട് എഴുതിയതാണ് പ്രജ്ഞാനസാഗരം എന്ന് പറഞ്ഞിട്ട്. അതിനും എനിക്ക് അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പിൽ എഴുതിയതാണ് തുലാവർഷം പെയ്തെഴിഞ്ഞപ്പോൾ എന്നുള്ളത്. തുലാവർഷം പെയ്തെഴിഞ്ഞപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലായിരുന്നു. ഇത് ഈ രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതും കുട്ടനാട്ടിലാണ് തുടങ്ങിയിരിക്കുന്നത്. കുട്ടനാടൻ ജീവിത രീതികളോട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയുടെ നമ്മുടെ മാനസികാവസ്ഥയിൽ ഇപ്പം എനിക്ക് ആലപ്പുഴയ്ക്ക് പോകണം എന്ന് തീരുമാനിച്ചിറങ്ങുന്ന ആ സമയത്ത് ഒരുപക്ഷെ ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞു പോകുന്നത് ആലപ്പുഴ വരെ എത്തപ്പെടത്തില്ല. പിന്നെ ഞാൻ എവിടെ എത്തപ്പെടുന്നോ, ഒന്നിൽ
കോട്ടയത്തായിരിക്കും എത്തുന്നത്, അല്ലെന്നൊരിൽ ആലപ്പുഴയ്ക്കുള്ള വഴിയിൽ കൈനകരിയിലായിരിക്കും എത്തുന്നത്. ഞാൻ ആ കൈനകരിയുമായിട്ട് താതാമ്യം പ്രാപിച്ചു വരുമ്പോൾ അവിടെ എനിക്ക് സ്ഥിരമായിട്ട് ഉറയ്ക്കാൻ പറ്റാതെ വന്നിട്ട് പിന്നെയും ഞാൻ എങ്ങോട്ടെങ്കിലും യാത്ര തുടങ്ങും. അത് നമ്മുടെ മനസ്സിന്റെ ഒരു വൈകല്യമാണ്. അതിലൂടെ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെയാണ് ഇതിലെ കഥാപാത്രം മുന്നോട്ട് പോയി ഈ അങ്ങേർക്ക് സഞ്ചരിക്കാവുന്ന തലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുകയോ അങ്ങേർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും അതിനപ്പുറവും ചെയ്യുകയും ചെയ്തിട്ടും മനസ്സിനൊരു ശാന്തി കിട്ടുന്നില്ല. തുലാവർഷം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇടിയും മഴയും ബഹളവും ഒക്കെ ആയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ശാന്തത ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം ചെന്ന് എത്തപ്പെടുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ശാന്തി കിട്ടുന്നുണ്ട്. ആ ശാന്തിയുടെ പുറത്ത് വന്ന് ഈ ആ സൗമ്യതയിൽ തുലാവർഷം പെയ്തു കഴിഞ്ഞപ്പോൾ എന്നുള്ളൊരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ എത്തപ്പെട്ടു. അതാണ് ആ പുസ്തകത്തിന്റെ കണ്ടന്റ്. പക്ഷെ അതിനകത്തെ മെയിൻ കഥാപാത്രത്തിന് പേരില്ല എന്നുള്ള കാരണത്താൽ ഭാരതത്തിലെ 23 ലിറ്ററസി ലാംഗ്വേജിൽ ആദ്യത്തെ അറ്റംപ്റ്റാണ് മലയാളത്തിലാണ് എഴുതപ്പെട്ടത്. അത് ഞാനാണ് എഴുതിയത്. അതുകൊണ്ട് അതിന് ഈ ബെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡുണ്ട്. നാഷണൽ റെക്കോർഡേ ഉള്ളൂ. വിദേശത്തൊക്കെ ഉണ്ട് അങ്ങനത്തത്. ഈ റിവേഴ്സ് റൈറ്റിംഗ് എന്നൊക്കെയാണ് അവർ ഇംഗ്ലീഷുകാർ പറയുന്നത്. ഒരു രീതിയിൽ കഴിവതും ഞാൻ ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കാൻ ഭാഷ അവോയ്ഡ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പുസ്തകങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. നിഴൽ വീണ നക്ഷത്രം എന്നൊരു നാടകമുണ്ട്. അതിന് എനിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്ഗുരു സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്ഗുരു ഒക്കെ ചെയ്ത അതേ പ്രവൃത്തി തെക്കേ ഇന്ത്യയിൽ ഒരു വ്യക്തി ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം മങ്ങിപ്പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉയർത്തി കൊണ്ടുവരാനുള്ള രീതിക്ക് എഴുതിയതാണ് ഈ നിഴൽ വീണ നക്ഷത്രം. ആ നക്ഷത്രത്തിന് മുകളിൽ നിഴൽ വീണ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ നിഴൽ മാറ്റിയെടുക്കാൻ ശ്രമം നടത്തിയതാണ്. അതിനൊരു ചെറിയ നാടകമാണ്, 35 പേജേ ഉള്ളൂ. അങ്ങനെ അതിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ബൃഹത് നോവൽ എഴുതിയിട്ടുണ്ട്. അതും കുട്ടനാടിനെ ബേസ് ചെയ്താണ്. എൻ്റെ എഴുത്തുകൾക്കും മിക്കവാറും ഉള്ള ഭാഷകളും ബാക്ക്ഗ്രൗണ്ടുകളും കുട്ടനാടിനെ സംബന്ധിക്കുന്നതാണ്. കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ട്രാൻസ്ജെൻഡറായ കുട്ടി. ആ കുട്ടി അതിനു മുമ്പ് സാഹിതിയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. വിധിവൈരൂപ്യത്താൽ ഡൽഹി ചെന്നെത്തുകയും അവിടെ സെക്സ് വർക്കറായിട്ട് പിന്നെ സോഷ്യൽ വർക്കറായി അവരുടെ സമൂഹത്തിനെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും തേർഡ് ജെൻഡർ എന്നുള്ള നിലയിലെത്തപ്പെടുകയൊക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, അതായത് അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആ ഗ്രൂപ്പിലോട്ട് മാത്രമാണ് ആളുകളെ ചേർക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ വഴി കടന്ന് കിട്ടിയ ഒരു കുട്ടിയെ ഈ പൊതു സമൂഹത്തിലെ ജീവിത ചര്യയിലേക്ക് കൊണ്ടുവരിക, IAS ആക്കി പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് ഒരു ഉപകഥ കൂടെ അതിനകത്ത് വന്ന് പെടുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സമൂഹം നമ്മൾ നിരാകരിക്കപ്പെടേണ്ടവരല്ല, അവരെ കൂടെ നമ്മളോട് തോളോട് തോൾ ചേർത്ത് കൊണ്ടുപോകേണ്ടവരാണെന്നൊരു സന്ദേശമാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ എൻ്റെ എല്ലാ പുസ്തകങ്ങളിലും കാണാൻ വായിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ള മറ്റൊരു ബലിക്കാക്കകൾ, അയനം, യാനം, ഇങ്ങനെയൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ 10-20, ഒരുപാടെന്ന് പറഞ്ഞാൽ വല്ല 10-20 പുസ്തകങ്ങളോടും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് സാഹിത്യത്തിൽ വരാൻ. എനിക്കെല്ലാം അനുഭവങ്ങൾ തന്നത് ഏറ്റവും കൂടുതലുള്ളത് വടക്കേ ഇന്ത്യയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ അതിൽ ഏറ്റവും അധികമായിട്ട് തന്നിരിക്കുന്നത് ഇതാണ്. അരുണാചൽ പ്രദേശിൽ എൻ്റെ 4 വർഷത്തെ ഔദ്യോഗിക ജീവിതകാലത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഹിമവാനോടടുക്കാനും അവിടെ നിന്നുണ്ടാകുന്ന ആ ഗുണഗണങ്ങളും ഒക്കെ കിട്ടാനായിട്ടുള്ള സാഹചര്യം കിട്ടിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പ്രവർത്തികളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപകരിക്കണം എന്നുള്ള ആത്മാർത്ഥമായൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതുവരെ നമ്മൾ കേരളത്തിലോട്ടുള്ള യാത്രകളായിരുന്നു. അവൻ്റെ 24-ാമത്തെ വയസ്സിലാണ് ഞാൻ ഉത്തരേന്ത്യയിലോട്ട് കളം മാറ്റി ചവിട്ടുന്നത്. അതിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. ഇവിടെ നിലനിൽക്കാത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വരുമാന മാർഗത്തോടു കൂടി തന്നെ ജീവിച്ചാൽ മുന്നോട്ട് പോകാമെന്നുള്ള ധാരണ എന്നിട്ട് നടക്കാതെ വന്നതുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ ആപ്ലിക്കേഷൻ്റെ പുറത്ത് എനിക്ക് NBCC-ൽ ജോലി കിട്ടി. അതിൻ്റെ പുറത്താണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അത് എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഒരു വല്ലാത്ത നല്ലതെന്ന് പറഞ്ഞാൽ അത് ഒരു ഇത് മാറിപ്പോയി. നല്ല ഒരു വഴിത്തിരിവായിരുന്നു. ആ വഴിത്തിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 1977 ഒക്ടോബർ 22-ാം തീയതിയാണ് ഡൽഹിയിൽ എത്തുന്നത്. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവിടുത്തെ
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് ജൻപത്തിലാണ് താമസം, ജൻപത്ത് സ്ഥലത്താണ് താമസം. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അവിടെ ജൻപത്തിലെ വിൻസർ പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റൗണ്ട് അബൌട്ട് ഉണ്ട്. അത് ആ കാലഘട്ടത്തിലൊക്കെ നല്ല ഫ്ലവറിഷ് ടൈമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പൂക്കളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക പ്രതിപത്തി വന്നു. ഞാനൊരു ലുങ്കിയൊക്കെ കൊടുത്ത് പടക്കി കുത്തി അവിടെ നിന്നപ്പം മെലിഞ്ഞിട്ട് കഷണ്ടിക്കാരനായ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, നേരെ ചോദിച്ചത്, എടാ നീ മലയാളി ചെറുക്കനാണോ അവിടെ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യണം, നാളെ ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരും, നാളെ നാളെയല്ല മറ്റന്നാൾ വരും. ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരം ആ രീതിക്കുള്ളതാണ്, അത് ആരാന്ന് പിന്നെ പറയാം. നാളെയല്ല മറ്റന്നാൾ വരണം, വെള്ളിയാഴ്ചയാകും മറ്റന്നാൾ, ഞാൻ ബുധനാഴ്ച അവിടെ എത്തുന്നത്, വെള്ളിയാഴ്ച വരണം, വരെ ഞാനിവിടെ കാണുമെന്ന് പറഞ്ഞു. ആ വെള്ളിയാഴ്ച എന്നെയും കൊണ്ട് കേരള ഹൗസിൽ പോയി. കേരള ഹൗസിൽ ചെന്നിട്ട് ആദ്യം അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തതാണ്, ഇതാണ് മാധവൻകുട്ടി. ഈ മാധവൻകുട്ടി ഇവിടെയുള്ള കേരള ഡയറിയിലൊക്കെ ചെറിയ ചെറിയ കഥകൾ എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഇവിടെ ഉണ്ട്, അവൻ്റെ അമ്മാവൻ ഇവിടെ ഉണ്ട്. അമ്മാവൻ മുഖാന്തരമാണ് അത് എഴുതിക്കൊണ്ടിരുന്നത്. അവന് നല്ല എഴുത്ത് വാസനയുള്ളതാണ്. ആരെയാ പരിചയപ്പെടുത്തറിയാവോ? കാക്കനാടൻ, ഒ വി വിജയൻ, എം മുകുന്ദൻ, ആനന്ദ്, വിജയൻ, ഇവരെല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന ആ സഖ്യത്തിൽ ആ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ സാഹിതി സഖ്യം ഉണ്ടാകാറുണ്ടായിരുന്നു. ആ വെള്ളിയാഴ്ചയിൽ 5:30 മണി മുതൽ 6:30 മണി വരെ ഉണ്ടാകുന്ന ആ സാഹിതി സഖ്യത്തിലെ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറായിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തില്ല. എന്നെ കൊണ്ടുപോയി ഇരുത്തി പരിചയപ്പെടുത്തി തന്നെയാണ് വലിയ എഴുത്തുകാരനല്ല. പിന്നെ ആ സന്ദർഭത്തിൽ അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിക്കുകയും അതിനെക്കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്ത് തരികയോ ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് സത്യൻ മെമ്മോറിയൽ, യവനിക, എക്സ്പെരിമെൻ്റൽ തിയേറ്റേഴ്സ്, ഇങ്ങനെ 3 നാടക സംഘടനകൾ അവിടെ ഉണ്ട്. ഈ മുൻനിര സംഘടനകൾ എല്ലാ വർഷവും അവിടെ മലയാളി സമാജങ്ങൾ വാർഷികം ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഇവർ എക്സ്പെരിമെൻ്റൽ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓംചേരി അനൻപിള്ള സാറിൻ്റെയാണ്. യവനിക എന്ന് പറയുന്നത് വിജയൻ എന്ന് പറയുന്ന നല്ലൊരു തിയേറ്ററിക്കൽ ആർട്ടിസ്റ്റിൻ്റെയാണ്. ആ ഒരു ഇതിൽ അവരാണ് നാടകങ്ങൾ ഡൽഹി മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. അതുപോലെ തന്നെ നാടക സാഹിത്യത്തിലെ ഒരുപാട് സംഭാവനകൾ നടത്തിയിട്ടുള്ള 3 ട്രൂപ്പുകളാണിത്. അതിൽ സത്യൻ ആർട്സ് മെമ്മോറിയലിലാണ് എന്നെ ഇദ്ദേഹം കൊണ്ടുപോയി, അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പുകളവിടെ അവിടെ കൊണ്ടുപോയി. അവിടെ ഒരു സ്ഥിരം സംവിധായകനുണ്ട്. എന്നോട് അത് ഒരു പേരും നാളുമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നല്ല വ്യക്തിയാണ് അദ്ദേഹം. ഫുഡ് കോർപ്പറേഷനാണ് ജോലി ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ വാതിൽക്കൂടെ, ക്വാർട്ടേഴ്സിൻ്റെ വാതിൽക്കൂടെ വേണം പുള്ളിയുടെ. എന്നിട്ട് പറഞ്ഞാൽ, മാധവൻകുട്ടി ഒരു കാര്യം ചെയ്യുക, മാധവൻകുട്ടി ഒരു പുതിയ നാടകം എഴുതും, നമുക്കത് അവതരിപ്പിക്കാം. ആയിക്കോട്ടെ, ഞാൻ നാടകം എഴുതും. പുള്ളി ഒഫീഷ്യൽ പേപ്പർ കൊണ്ടുത്തരും, ഈ ഒഫീഷ്യൽ കോപ്പി പേപ്പർ ഉണ്ട്, ആ പേപ്പറിൽ ഞാൻ നാടകം എഴുതും, പിറ്റേ ദിവസം വായിച്ച് കേൾപ്പിക്കും. അങ്ങനെയായി ഒരു 5 സീനോട് കൂടിയ യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എഴുതി. അന്ന് ആ കാലഘട്ടത്തിൽ ഇത് നമ്മുടെ പുട്ടപർത്തിയിലെ ഈ സ്വാമിയെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ബേസ് ചെയ്തിട്ട് നാടകം എഴുതി. പുള്ളി നല്ല നാടകമാണ്, നമുക്കിത് അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് പോയി. ആ സമയത്താണ് എൻ്റെ അമ്മായിയുടെ അമ്മയ്ക്ക് സുഖമില്ലായിട്ട് എനിക്ക് നാട്ടിലോട്ട് പോകേണ്ടി വന്നു. ഞാൻ അവരുമായിട്ട് നാട്ടിൽ വന്നു. ഞാൻ തിരികെ ചെല്ലുന്ന അന്നാണ് നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പം അമ്മാവൻ പറഞ്ഞു, എടാ നിൻ്റെ നാടകമുണ്ട്, ഒരു നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്, പോയിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് സമ്മതിക്കുകയും കാണുക പോയി, മുൻനിരയിൽ പോയിരുന്നു. പക്ഷേ ഇത് പറയുമ്പം ഇപ്പം എനിക്കൊരു തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ആ സന്ദർഭത്തിൽ ഞാൻ അനുഭവിച്ച മാനസിക വിഷമം അത് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമായ രീതിയിലാണ്. കാര്യം വെച്ചാൽ എഴുതിയത് ഞാൻ, അവിടെ അവതരിപ്പിച്ച എൻ്റെ അതേ പേരിൽ നാടകം എഴുതിയത്, നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്തത് രചന സംവിധാനം ആ പറഞ്ഞ വ്യക്തി. ഞാൻ ഉരുകിപ്പോയി. എൻ്റെ അടുക്കത്ത് ഇരിപ്പുണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോയി അവിടെ പരിചയപ്പെടുത്തിയ ആളുടെ പേര് പറഞ്ഞില്ലല്ലോ, ആ ആളുടെ പേരാണ് മാവേലിക്കര രാമചന്ദ്രൻ. അദ്ദേഹമാണ് ന്യൂസ് റീഡർ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസം ന്യൂസ് എഡിറ്ററൊക്കെ ആയിട്ട് അദ്ദേഹം ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മെലിഞ്ഞിട്ട് കഷണ്ടിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. നല്ല സംഘാടകനായിരുന്നു. അന്ന് പറഞ്ഞ് നമുക്ക് ഇനി ഇവിടെ ഇറങ്ങിയപ്പോൾ നീ കേട്ടല്ലോ, നിന്നെ കേൾപ്പിക്കാൻ വേണ്ടിയില്ല ഇവിടെ കൊണ്ടിരുത്തിയത്, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കാര്യം നോക്കാം പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങി. അതാണ് എൻ്റെ ഈ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമസന്ധി ഉണ്ടായിരുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പേര് പക്ഷെ അതിൻ്റെ എല്ലാം മാറ്റി. കാര്യമൊക്കെ പോലീസ് എന്നുള്ളത് പട്ടാളമാകും, ഡോക്ടർ എന്നുള്ളത് കമ്പൗണ്ടറാകും, ഇങ്ങനെയൊക്കെ മാറ്റിയതേ ഉള്ളായിരുന്നു. പക്ഷെ നാടകം എൻ്റെ തന്നെയായിരുന്നു, കഥയും കഥാതന്തും എല്ലാം എൻ്റെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു വിഷമം എൻ്റെ ഈ സാഹിത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ പിന്നെ ഒരു ഏകാംഗ നാടകവും ഇതുപോലെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നെ കൊണ്ട് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചിട്ട് അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് ഇതിനോട് അനുബന്ധമായ കാലങ്ങളിൽ ഉണ്ടായതാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള മലയാളി സമാജങ്ങളിലും അവിടുത്തെ ഒരു പ്രമുഖമായ ഒരു ഇതാണ് ജനസംസ്കൃതി എന്ന് പറയുന്നത്. അവരുടെ നാടക മത്സരങ്ങളിലും ഒക്കെ നാടകം എഴുതി അവതരിപ്പിക്കുക. അത് കണക്ക് തന്നെ പ്രവാസി നാടക ഉത്സവത്തിന് പങ്കെടുക്കുകയും ഒരു 95 ഒരു നാടക ഉത്സവത്തിന് എൻ്റെ നാടകത്തിന് മൂദേവി തെയ്യം എന്ന് പറഞ്ഞ നാടകത്തിന് ഡയറക്ഷൻ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെയ്യത്തിനെ സ്റ്റേജിൽ കയറ്റി കോമാളിത്തം കാണിക്കരുത്. പക്ഷെ ഞാൻ സ്റ്റേജിൽ തെയ്യത്തിനെ കയറ്റുകയും അത് വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലക്തി ദീപങ്ങളുടെ അതിപ്രസരമില്ലാതെ തിരിവിളക്കിൻ്റെ എണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ മാത്രം നാടകം അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ച അത് ചെണ്ടയുടെ ബാക്ക്ഗ്രൗണ്ടോടുകൂടി മാത്രം അവതരിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചിരുന്നത് 95-ൽ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നാടക രചനകളും ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി. ഞാൻ 50-ലധികം നാടകങ്ങൾ ഡൽഹി മലയാളി അസോസിയേഷനുകൾ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടും എഴുതി കൊടുത്തിട്ടും ഒക്കെ ഉണ്ട്. അത് ആ ഡൽഹിയിലെ സാഹിത്യ ജീവിതം, ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഡൽഹി ആണെങ്കിലും ഞാൻ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ജോലി സംബന്ധമായും അല്ലാതെ യാത്രകൾ ചെയ്തതിൻ്റെ അനുഭവത്തിൽ എഴുതിയ നോവലുകളും നാടകങ്ങളും ഒക്കെ ആണ്. എനിക്ക് അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുകൾ തന്നിരിക്കുന്നത് വടക്കേ ഇന്ത്യയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് അനുഭവങ്ങളും സ്നേഹങ്ങളും വൈരാഗ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നത് മുഴുവനും ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3/4 പങ്കും ക്രെഡിറ്റ് ഈ വടക്കേ ഇന്ത്യക്ക് തന്നെയാണെന്ന് പറയണം. എന്താ വെച്ചാൽ ഞാൻ കേരളത്തിനെ മറക്കത്തില്ല. ഇപ്പോഴും എൻ്റെ മനസ്സ് കാർഷിക വൃത്തിയിലോട്ട് പൂർണ്ണം കർഷകരായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. കാർഷിക ജീവിതം പോലെ സുന്ദരവും മനസമാധാനം ഉണ്ടാകുന്ന വേറൊരു ജീവിതം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് 4 മാസം ഇവിടെ കൃഷിക്കാരനായിട്ട് തന്നെ ജീവിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് ഇവിടെ വരിക, കൃഷി ചെയ്യുക. കൊയ്ത്തുടെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ ഡൽഹിക്ക് വന്നും പോയിരുന്ന കൃഷി നടത്തിയതാണ്. കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ പാടവരമ്പത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം മനോവ്യഥയോടുകൂടി തന്നെ പോയാലും പാടത്തെ എന്തിനു പറയുന്നത്, ആ വരമ്പത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സർവത്ര വിഷമങ്ങളും മാറും. പിന്നെ ഉള്ളത് മുഴുവൻ ഈ നെൽച്ചെടിയാണ്. അവൻ്റെ ജീവിതം മുഴുവൻ അവിടെയാണ്. അവനെ ഒരു കൈക്കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ആ ചെടിയെ സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ഞാൻ അതിൻ്റെ ചെറിയ സ്നാപ്പൊക്കെ എടുത്തിട്ട് ഈ ഫേസ്ബുക്കിലുമൊക്കെ ഇടാറുണ്ട്. കർഷകന് ഇത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂത്ത മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഫോൺ കോളിലൂടെ അവൾ എന്നെ വിളിച്ച് പറയുന്നു, അച്ഛൻ അപ്പൂപ്പനാകാൻ പോകുന്നു എന്ന് പറയുമ്പോണ്ടാകുന്ന ആ സന്തോഷമില്ലേ, ആ ഒരു സന്തോഷമാണ് കതിര് നിറഞ്ഞ നെല്ല് കാണുമ്പോഴത്തേക്ക് ഒരു കർഷകനുണ്ടാകുന്നത്. ആ ഒരു സന്തോഷം എനിക്ക് അന്നേരം ഉണ്ട്. അപ്പം തന്നെ ഞാനത് ഫേസ്ബുക്കിനകത്ത് എടുക്കുകയും ചെയ്തു. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് സന്തോഷം കൊണ്ടായിരിക്കണം എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളിലൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഇത് എങ്ങനെ പറയണം, എന്ത് പറയണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യം ബുദ്ധിമുട്ടായിട്ട് തന്നെ വരത്തുള്ളൂ. കാര്യം നമ്മൾ ഈ ഒരു ക്യാമറയുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ കഴിവുള്ളവരൊക്കെ ആയിരിക്കണം. ചുമ്മാ അങ്ങ് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കഴിവൊന്നും ഇല്ല. എനിക്ക് എഴുതുക എന്ന് പറയാൻ എന്ത് വന്നാലും 2 വരി എഴുതി തരാൻ പറഞ്ഞാൽ നിമിഷം കൊണ്ട് ഞാൻ എഴുതി തരാം. പക്ഷെ 2 വരി പറയാൻ പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ അന്തർമുഖനാണ്. കാര്യം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാസംഗികൻ കൂടിയായിരുന്നു. പ്രാസംഗികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇത് ഒരു ഉപകഥയായിട്ടാണ്. പുന്നപ്ര ഗ്രന്ഥശാലയുടെ വായനശാലയുടെ വാർഷികത്തിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS ക്ഷണിച്ചിരുന്നു. അന്നൊക്കെ ഈ രാഷ്ട്രീയക്കാരെ വിളിച്ചാലേ വലിയ ജാടയൊന്നുമില്ല. അവർ വരികയും നമ്മളോടൊത്ത് സഹകരിക്കുകയും നമ്മുടേതായ രീതിയിൽ ജീവിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം വരാനായിട്ട് 2 മണിക്കൂർ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് എന്തോ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്ക് ആ സംഘാടകർ അന്വേഷിച്ചു. രാമേന്ദ്രൻ നായർ സാർ അവിടെ അദ്ദേഹത്തിനെ വിളിച്ച് 2 വാക്ക് സംസാരിപ്പിക്കാം. പുള്ളിയുടെ നാടകം, പുള്ളി അഭിനയിക്കുന്നുണ്ട് നാടകമായിട്ട്, ആ മനുഷ്യൻ ഞാനല്ല എന്ന് പറയുന്ന നാടകം. അപ്പോൾ അതിന് അദ്ദേഹത്തിനെ വിളിപ്പിച്ച അച്ഛൻ വന്നു അങ്ങോട്ട് പ്രസംഗിക്കാൻ, ഒരു മുഖ്യമന്ത്രി എന്താണെന്നും ആ മുഖ്യമന്ത്രിയുടെ ജോലി എന്താണെന്നും അവൻ്റെ പ്രവർത്തന പരിധി എത്ര മണിക്കാണെന്നും എങ്ങനെയാണെന്നും ഏതാണെന്നും ഒരു സംസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് മുഖ്യമന്ത്രി വരികയും ഫ്രണ്ട് സീറ്റിലിരുന്ന് കേൾക്കുകയും ചെയ്യുന്നതിനെ സംഘാടകർ പറഞ്ഞു നിർത്താൻ പറയട്ടെ, വേണ്ട അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കുന്ന 2 മണിക്കൂറിന് പകരം 2.5 മണിക്കൂർ സംസാരിച്ചു. ഡൽഹിയിലെ ജീവിതത്തിനകത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഡൽഹിയിലെ അനുഭവം ഇതാണ്. ഞാൻ വിഷമകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എൻ്റെ ജീവിതത്തിനെ കരിപ്പിടിപ്പിച്ചത് മുഴുവൻ ഡൽഹിയാണ്. ഇവിടെ ആയിരുന്ന നിലയിൽ വേറൊരു ദിശയിൽ പോകുമായിരിക്കും. കാര്യം ഈ വരരുചി പറഞ്ഞിട്ടുണ്ടല്ലോ, വാകീറിയ തമ്പുരാൻ ഇരയും കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കണക്ക് വായുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ജീവിച്ചു പോകുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു നിലയും അത് കണക്ക് ഒരു വിലയൊക്കെ ഉണ്ടാക്കി തന്നത്
ഡൽഹിയിലെ അനുഭവങ്ങളും ആ ജീവിത രീതികളും ഒക്കെയാണ്. നമുക്ക് ഇത് കേരളം എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ എന്നുള്ള എന്താണ് പറയുന്നത്, ഒരു ഒഴിവ് നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അംഗീകരിക്കപ്പെടത്തില്ല എന്നുള്ളത് 100% സത്യാവസ്ഥയാണ്. 20ഓളം കൃതികൾ ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ ഒരെണ്ണത്തിനെ കുറിച്ച് ഇങ്ങനെ ഈ 4 മാസം ഞാനിവിടെ കർഷകനായിട്ട് ജീവിച്ചപ്പം എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചെറിയ തോന്നലിലൂടെ ഈ കാർഷിക വൃത്തിയെ ബേസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളോടൊക്കെ പറയാനുണ്ട്. കാര്യം, നമ്മളിലെ വായനാശീലം ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൽ നമ്മൾ വായനാശീലം വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ഈ സാഹിത്യകാരന്മാർക്ക് ജീവിക്കാനും അതൊരു മാർഗ്ഗം എന്ന് കണ്ടു. അല്ലെങ്കിൽ തന്നെയാണേലും വായിക്കുന്നത് ഉള്ള ഗുണഗണങ്ങൾ നമ്മൾ ഏതെല്ലാം മീഡിയകളിലൂടെ എത്ര ഡെവലപ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോയാലും സാധിക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. വായിക്കുമ്പോൾ ഒരു കുട്ടി അല്ലെ ഒരു വ്യക്തി വായിക്കുമ്പം പത്രമാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും വായിക്കുമ്പം ആ വായിക്കുന്നുണ്ടാകുന്ന അനുഭവം ഉണ്ടല്ലോ, 3 അനുഭവങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഒരു വായന പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഒരു TV സീരിയൽ കാണുകയാണെങ്കിൽ നമ്മളുടെ ഒരു അവയവം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നേത്രേന്ദ്രിയം മാത്രം. നമുക്ക് അതിൻ്റെ സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കാം, ആഹാരം കഴിക്കാം, വേറെ എന്ത് മാർഗം ചെയ്യാം. പക്ഷെ നമ്മളത് മാത്രം നോക്കിയിരുന്നാൽ മതി. അതേസമയം ഒരു വ്യക്തി വായിക്കുകയാണെങ്കിൽ, അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു, വസുമതി വീട്ടുജോലികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് വസ്ത്രങ്ങൾ എടുത്ത് പുഴക്കരയിലേക്ക് പോയി. ഞാൻ എത്ര എഴുതിയിട്ടുള്ളൂ. വസുമതിയെക്കുറിച്ച് ഞാൻ അതിന് മുമ്പ് യാതൊന്നും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള ആ വസുമതി പോകുമ്പം വായിക്കുന്ന ആളിൻ്റെ രുചിക്കനുസരിച്ചിരിക്കും, അഭിരുചിക്കനുസരിച്ചിരിക്കും വസുമതി എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണെന്ന്. 15 വയസ്സുള്ള വായിക്കുമ്പം അത് 15 വയസ്സിനോടനുബന്ധമായിട്ടായിരിക്കും ആ വസുമതിയുടെ രീതി. അത് കണക്ക് തന്നെ 45 വയസ്സുള്ള ആ രീതിക്കായിരിക്കും, അല്ലെങ്കിൽ 60 വയസ്സുള്ള ആ രീതിക്കായിരിക്കും. അപ്പോൾ വീട്ടുജോലി കഴിഞ്ഞ്, അപ്പം വീട്ടിലെ പണികൾ, അപ്പം ആ ഒരു വീട്ടുജോലി കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് പുഴക്കരയിലേക്ക് പോയി. അപ്പം പിന്നെ ചിന്തിക്കുന്നത്, ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് ഒരു ധാരണയിലെത്തുക. ആ ധാരണയിലെത്തി അത് കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബോധവൽക്കരിക്കപ്പെടുക. ഈ 3 കാര്യങ്ങൾ ഒരേപോലെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു വായന കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അത് വായിക്കണമെങ്കിൽ പുസ്തകം തന്നെ വായിക്കണം. ഈ വായന കൊണ്ടും ആകത്തില്ല. ഇപ്പം സ്കൂളുകളിൽ ടീച്ചർ പറയും, ആ പുസ്തകത്തിൻ്റെ ഓൺലൈനിനകത്ത് അത് കിട്ടും, ആ കണ്ടന്റ്, ആ പാരഗ്രാഫ്, ആ ഖണ്ഡിക മാത്രമേ അവരത് വായിച്ചെടുക്കത്തുള്ളൂ. അതേസമയം ഒരു പുസ്തകം വായിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് എൻ്റെ ഒരു പുസ്തകത്തിന് തന്നെ പറയാം, ഇത് തുലാവർഷം പെയ്തൊഴിഞ്ഞപ്പോൾ എന്ന് വായിച്ചാൽ ആ കഥ മുഴുവൻ, ആ പുസ്തകം മുഴുവൻ വായിച്ചെങ്കിൽ മാത്രമേ ആ കഥ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായി വരുമ്പോഴത്തേക്ക് ആ കഥയെക്കുറിച്ചും ആ കാലഘട്ടത്തിനെക്കുറിച്ചും അയാളുടെ അനുഭവങ്ങളെക്കുറിച്ചും ഒരുപാട് ബോധവൽക്കരിക്കപ്പെടും ആ വ്യക്തി. അതുപോലെ ആകണമെങ്കിൽ വായന തന്നെ വളരണം. വായന വളരണമെങ്കിൽ നമ്മൾ അത് വളർത്തിയെടുക്കാനായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണം. നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൂടി പറയാം. പക്ഷെ പിന്നെ ഇനി ഞാൻ രണ്ടാമതായിട്ട് 21ാമത്തെ ഇതായിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നതും അത് കണക്കുള്ള ഒരു കാർഷിക വൃത്തിയെ ബാക്ക്ഗ്രൗണ്ട് മുൻനിർത്തി കൃഷിയുടെ കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങളും ഒക്കെ വരുത്തി. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ കൃഷിയാണ്, നെൽകൃഷിയാണ്. മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായത്, അതെൻ്റെ കൃഷ്ണയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പാടം പറ്റിക്കാനാണെങ്കിലും ഇലച്ചക്രങ്ങളും അതുമൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഒന്നും കാര്യങ്ങളില്ല. തൂമ്പെന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. 4 പലകൾ കൂട്ടി വെച്ച് സ്ക്വയർ ആയിട്ട് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ തെങ്ങിൻ്റെ അകത്തെ ചോറ് ചിരണ്ടി കളഞ്ഞിട്ട് റൗണ്ട് ആയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ അതായത് അന്ന് തൂമ്പെന്ന് പറഞ്ഞു. തൂമ്പെന്നല്ല, പൈപ്പ് ഇട്ടുക, പ്ലാസ്റ്റിക് പൈപ്പൊക്കെ ഇട്ട്, അങ്ങനെ ഒരുപാട് വ്യതിയാനങ്ങൾ കാർഷിക വൃത്തിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുമൊക്കെ കൂടെ പൗരാണിക നൂതനത്വത്തെയും കൂടെ ഒക്കെ ഇടകലർത്തി നല്ല ഒരു നോവൽ എഴുതണമെന്നുള്ള ധാരണയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ എന്താണ് ഇംഗ്ലീഷുകാർ പറഞ്ഞ മെറ്റീരിയൽ സെലക്ഷൻ, സഹകരണത്തിന് സഹകരിപ്പിക്കലുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ അതും എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് എഴുതാൻ മനസ്സിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഈ അത് മുന്നോട്ട് വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കണക്കല്ല. ഇപ്പോൾ ഒരുപാട് പബ്ലിഷേഴ്സ് ഉണ്ട്. ഈ പബ്ലിഷേഴ്സ് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുമായിരുന്നു, എൻ്റെ പറമ്പ് ഇത്രയും പറയാം, ഞാൻ ഒരു കാലത്തൊരു നോവൽ എഴുതി, വിരാട് എന്ന് പറഞ്ഞിട്ടൊരു നോവൽ എഴുതി. എൻ്റെ വീട്ടിൽ 4 ദിവസത്തോളം അതിൻ്റെ പ്രസാധകർ വന്ന് നിന്ന് കംപ്ലീറ്റ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോയി
ഈ എറണാകുളത്ത് വന്ന ഒരു ചെമ്പരത്തി എന്ന് പറയുന്ന മാഗസിനകത്ത് ആദ്യം ഖണ്ഡശമായിട്ട് പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ നിന്നിടത്ത് ഞാൻ എഴുതിയ, എനിക്ക് അവാർഡ് കിട്ടിയ ഒരു പുസ്തകം പ്രിന്റ് ചെയ്യാവുന്ന ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പല പ്രസാധകരും നിർമ്മിച്ചിട്ട്, സാറ് പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് തരണം. ഞാൻ എൻ്റെ പുസ്തകങ്ങൾക്ക് ഇന്ന് വരെ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തിട്ടുമില്ല. പക്ഷേ അത് വിചാരിക്കാൻ പറ്റത്തില്ല. അയാൾ പറഞ്ഞു, ചെയ്ത് അങ്ങനെ തന്നെങ്കിൽ മാത്രമേ പിന്നെ സാറിൻ്റെ പൈസ അങ്ങോട്ട് തിരികെ തന്നേക്കാം, ആദ്യം നമുക്ക് പൈസ വേണം. കാര്യം ഒരുപാട് പേര് ഇങ്ങനെ ചതിക്കപ്പെട്ടു ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല എന്നാണ് അവരുടെ അത് അവരുടെ നിലയിൽ ശരിയാണ്. പക്ഷെ നമ്മുടെ നിലയിൽ പുസ്തകം പബ്ലിഷ് ചെയ്ത് അപ്പം അതിനകത്തും പിന്നെ ഒരുപാട് എന്താ പറഞ്ഞ ചതിക്കുഴികളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ പോകാനായിട്ടുള്ള സമയമില്ല, അത് പോകുന്നില്ല. അതല്ല ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഈ എഴുത്തുകാർ പെട്ടുപോകുന്നത് ഈ ട്രാപ്പിനകത്തുകളൊക്കെ ചെന്നിട്ടാണ്. അവർക്ക് അതിനെക്കുറിച്ച് ബോധമില്ലാതെ അവരെ ഈ പ്രീണിപ്പിച്ച് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംഘടനകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുക. ഞാൻ എഴുതാത്തത് അതുകൊണ്ടൊന്നുമല്ല, ഞാൻ എഴുതേണ്ട സന്ദർഭമാകുമ്പോൾ സമയമാകുമ്പോൾ എഴുതിക്കൊണ്ട് സ്വാഭാവികമായിട്ട് എഴുതി പോകും. ഇതിങ്ങനെ ഒലിച്ചു വരുന്നതാണ്, എപ്പോൾ ഒലിക്കുമോ അപ്പം ശേഖരിക്കുക വെക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ പറഞ്ഞാൽ ചെത്തുമ്പോഴേ കള്ള് വരുത്തുള്ളൂ, ആ ഒരു രീതിക്കാണ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ കള്ള് വരുമെന്നോ കുളത്തിനകത്ത് സ്റ്റോർ ചെയ്തിട്ടല്ല നമ്മൾ കുടിക്കാൻ കിട്ടുന്നത്. അത് അന്നേരം എഴുതും, മരണം വരെ എഴുതുമെന്നുള്ളതാണ്. എഴുതിക്കൊണ്ട് മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമസ്തേ.